ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ പേര് ബിസ്മി എന്നാണ്. ഞാനിപ്പോൾ ഉള്ളത് അയർലൻഡിലാണ്. അയർലൻഡിലൊരു കൗണ്ടിയാണ് ഡബ്ലിൻ. അവിടെയാണ് ഞാനൊരു സ്റ്റുഡൻ്റാണ്. ഞാൻ വന്നിട്ട് ഏകദേശം 1 ഇയറായി. അപ്പോൾ ഈ അടുത്ത് എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അത് ഞാൻ പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ച് ഇങ്ങനെ കുറേ ദിവസമായിട്ടിരിക്കുന്നു. ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ഓക്കെ, ഈ വീഡിയോ ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒന്നോ രണ്ടോ പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആകും. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് ഈ ഒരു കാര്യം പറയുന്നത്. ആഹ് ഇത് ഇൻസിഡൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് 2, 3 വിഷ്വൽസ് കാണിക്കാം. അത് കണ്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്ത് റിലേറ്റഡ് ആണെന്ന്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു വെളുപ്പിന് ഞാൻ എണീക്കുന്നത് എൻ്റെ മൂക്കിൽ ഡിസ്കംഫർട്ടായിട്ടായിരുന്നു ഞാൻ എണീറ്റത്. എണീറ്റ പാടെ ഞാൻ മൂക്കിൽ തപ്പിയപ്പോൾ എൻ്റെ മൂക്കുത്തി അവിടെ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എൻ്റെ കിടക്കയിൽ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കിടന്നു. ബാക്കി കിടന്ന സമയത്ത് തന്നെ എൻ്റെ തൊണ്ടയിൽ നിന്ന് എന്തോ ഒരു സാധനം ഇറങ്ങി പോണ പോലെ എനിക്ക് ഫീലായി. ഞാൻ നേരെ ടോയ്ലറ്റിലേക്ക് ഓടി വൊമിറ്റ് ചെയ്യാൻ നോക്കി. പക്ഷെ വന്നില്ല. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു. എല്ലാവരും കൂടെ ബെഡ് ചെക്ക് ചെയ്തു. ഇവിടെ ഫുൾ ചെക്ക് ചെയ്തു. കിട്ടിയില്ല, മൂക്കുത്തി കിട്ടിയില്ല. അപ്പോൾ ഒബ്വിയസ്ലി എൻ്റെ മനസ്സിൽ കിടക്കുന്നത് ഇത് ഉള്ളിലേക്ക് പോയി. അത് ഫുള്ളായിട്ടാണോ പോയത്, ബാക്കിലുള്ളതാണോ മുന്നിലുള്ള ഒന്നും ഒരു ഐഡിയ ഇല്ല. അതെങ്ങനെ പോയി എന്നും ഐഡിയ ഇല്ല. എൻ്റെ പാരൻസിൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അവൾ ഡോക്ടറുടെ അടുത്ത് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഓക്കെ, മേ ബി ദർ ഇസ് എ ചാൻസ് ലങ്സ് പോയിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇതിനു മുന്നേ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വന്നിട്ടുണ്ടാകാം. വേറെ ചെസ്റ്റ് പെയിൻ എന്തെങ്കിലും വന്നിട്ടുണ്ടാകാം. ഇത്ര നേരം അവൾ നിൽക്കത്തില്ല. പക്ഷെ മോസ്റ്റ്ലി അവളുടെ വയറ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഫുഡ് കഴിച്ച് മോശൻ്റെ കൂടെ പോയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നീ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ അത് ലങ്സിലേക്കാണോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നീ ഒരു എക്സ്റേ എടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും എന്നൊരു ഓപ്ഷൻ വന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ഈവനിങ് ആയപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ താല യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലാണ്. അത് പബ്ലിക് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി. അവിടെ എൻ്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ടാണ് ഞാൻ ചെന്നത്. ചെന്നപ്പോൾ തന്നെ അവരെ ഞാൻ റിസപ്ഷനെ കണ്ടു. അവരെൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ ഡീറ്റെയിൽ പറഞ്ഞു. ഇങ്ങനെ വിഴുങ്ങി അതിൻ്റെ ഡിസ്കംഫർട്ട് ഉണ്ട് എനിക്കൊന്ന് ഡോക്ടറെ കാണണം, എക്സ്റേ എടുക്കണം. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ, ഇറ്റ് വിൽ ടേക്ക് ടൈം. അതായത് ഒരുപാട് പേര്, ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ വിചാരിച്ചു ഓക്കെ, എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ആണ്, ആ പ്രയോറിറ്റി അനുസരിച്ചായിരിക്കും വിളിക്കുക എന്ന് വിചാരിച്ചിട്ട് ഓക്കെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ക്യാഷ് ചോദിച്ചപ്പോൾ അവരുടെ അടുത്ത് നിന്ന് 100 യൂറോ ആകും. പക്ഷേ നിങ്ങൾ ഡോക്ടറെ കാണുകയാണെങ്കിൽ മാത്രം പേ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ പേ ചെയ്യേണ്ടെന്ന്. അപ്പോഴും ഞാൻ വിചാരിച്ചു ഡോക്ടറെ കാണുകയാണെങ്കിൽ മാത്രം. അപ്പോൾ അവർക്ക് തന്നെ ഉറപ്പില്ല ഞാൻ ഡോക്ടറെ കാണുമെന്ന്. അപ്പോൾ നേരെ ഞാൻ അവിടെ പോയി ഇരുന്നു. അപ്പോൾ തന്നെ എന്നെ വേറൊരു ആൾ എൻ്റെ പേര് അവിടെ നിന്ന് അനൗൺസ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓ, ഇത്ര പെട്ടെന്ന് എന്നെ വിളിച്ചോ, കൊള്ളാലോ, ഞാൻ ഇതിനാണോ ഇത്ര ലേറ്റ് ആക്കിയെന്ന് വെച്ചിട്ട് ഞാൻ നേരെ കയറി ചെന്നപ്പോൾ അതൊരു നേഴ്സ് പ്രാക്ടീഷണറാണ്. നമ്മളിവിടെ ഡോക്ടറെ കാണുന്നതിന് മുന്നേ അവരായിരിക്കും കാണുക. അവരെൻ്റെ BP ചെക്ക് ചെയ്തു. എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. വീണ്ടും ഞാൻ പറഞ്ഞു എനിക്ക് ചെസ്റ്റ് ഡിസ്കംഫർട്ട് ഉണ്ട്, ഞാനിങ്ങനെ വിഴുങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞു.